അച്യുതാനന്ദൻ സജീവമായിരുന്ന കാലഘട്ടം അഴിമതിക്കെതിരെ എന്നുള്ള ഒരു വാക്കിന് പ്രസക്തിയുണ്ടായിരുന്നു വിദ്യാഭ്യാസ കേരളത്തിൽ. പക്ഷേ DS അച്യുതാനന്ദൻ സജീവമല്ലാത്ത കഴിഞ്ഞ 10 വർഷത്തിന് ഇങ്ങോട്ട് അഴിമതിക്കെതിരെ എന്നുള്ള വാക്കിന് പ്രസക്തിയില്ല. അഴിമതിക്കെതിരെ എന്നുള്ള ഒരു വാക്ക് പറഞ്ഞാൽ ഒരു വാചകം നമുക്ക് ഉത്തരമായി കിട്ടും. എന്താ അഴിമതി? നിനക്കെന്താ കിട്ടിയല്ലോ, ഇങ്ങനെ പോ എന്ന് പറയും. അതാണ് ഇപ്പോഴത്തെ കേരളം. പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട മലയാളികളല്ല. ഇവിടെ മലയാളി ഇല്ല. കേരളത്തിൽ മലയാളി ഇല്ല. കേരളത്തിലുള്ളത് സംഘി, കൊഞ്ചി, കമ്മി, ചുറാക്കി. ആത്മപരിശോധന ചെയ്യേണ്ട കാലഘട്ടത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ജലം ജീവനാണ് എന്നാണ് സ്കൂൾ കുട്ടികൾ തൊട്ട് എല്ലാവർക്കും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ജലം അമൂല്യമാണ്. തെറ്റാണ്. ജലം പണമാണ്. ഒരു TMC ജലം എന്ന് വെച്ചാൽ 20 രൂപയ്ക്ക് വെക്കുന്ന കുപ്പിയിൽ അടച്ചു വിറ്റാൽ 56,000 കോടി രൂപയ്ക്ക് വിൽക്കാം. ജലം പണമാണ്. കോടികൾ തീരുന്നില്ല. ഇനി വരുന്ന കാലഘട്ടം, ഇനിയും 5 വർഷത്തിന് ശേഷം ഇവിടുള്ള വീട്ടമ്മമാരും ഓരോ കുടുംബസാധനും കറണ്ട് ബില്ല് കെട്ടാനും വെള്ളക്കടം കെട്ടാനും ലോൺ എടുക്കേണ്ട ഗതികേടിലേക്കാണ് വിദ്യാഭ്യാസ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു 20 വർഷം മുമ്പ് നമ്മുടെ മലയാളിയായ ഒരു ശാസ്ത്രജ്ഞൻ ലോകം പോലും ചുറ്റിക്കറങ്ങി തൃശ്ശൂരിൽ നടന്ന ഒരു ഇന്റർനാഷണൽ ജലസമ്മേളനത്തിൽ പ്രസംഗിച്ചു. ഇനിയും 20 വർഷം കഴിഞ്ഞാൽ വിദ്യാഭ്യാസ കേരളീയൻ കുപ്പിവെള്ളം കുടിക്കേണ്ട ഗതികേടിലാകും പറഞ്ഞു. അദ്ദേഹം പ്രസംഗിച്ചിറങ്ങിയതിനു ശേഷം കേരളത്തിലുള്ള മലയാളികളായ രാഷ്ട്രീയക്കാരും എല്ലാവരും അദ്ദേഹത്തിന് പോയി കെറോവ് ചെയ്തു, ചീത്ത പറഞ്ഞു, തെറി വിളിച്ചു. 44 പുഴകളുള്ള വിദ്യാഭ്യാസ കേരളത്തിൽ കുപ്പിവെള്ളം കുടിക്കേണ്ട ഗതികേട് ഒരിക്കലും വരില്ല എന്ന് വാദിച്ചു, തർക്കിച്ചു 20 വർഷം മുമ്പ്. ഇപ്പൊ നമ്മൾ എല്ലാവരും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? കുപ്പിവെള്ളം കുടിക്കുന്നോ ഇല്ലയോ? നമ്മൾ എല്ലാവരും കുപ്പിവെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നോ ഇല്ലയോ? കാരണം ജലം പണമാണ്. അതുപോലെ കറണ്ട് ബില്ലും വെള്ളക്കടവും കെട്ടാൻ ലോൺ എടുക്കേണ്ട ഒരു സ്ഥിതി വരുന്ന കാലഘട്ടത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ജലം എന്ന് വെച്ചാൽ ജലത്തോട് നിൽക്കുന്നതല്ല ജലത്തിന്റെ വില. നമ്മൾ ഉപയോഗിക്കുന്നത് ജലവൈദ്യുതിയാണ്. നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ പ്രായത്തിനും അനുഭവത്തിനും എത്രയോ ചെറിയവനാണ്. പക്ഷേ ഇപ്പൊ സംസാരിക്കുന്ന വിഷയം ഇവിടെ മുന്നിൽ ആരുമില്ല. ഇത് രാഷ്ട്രീയ പൊതുയോഗമല്ല, സാമൂഹ്യ പൊതുയോഗമാണ്. ഇത് ആർക്ക് കേൾക്കാനാണ്? ഇത് ബാക്കിന് ലോറിയോ, പണ്ട് ലോറിയിലായിരുന്നു ടെമ്പോയില്, ഇപ്പൊക്കെ ഹൈഫൈഡാണ്. ബിരിയാണി പാക്കറ്റും ഫുഡും AC ബസ്സിലാണ് ഇപ്പോ രാഷ്ട്രീയ പാർട്ടികൾ സമ്മേളനത്തിന് ആളുകൾ വരുന്നത്. അപ്പോഴേ വരുന്നു ആളുകൾ, പാർട്ടിക്കാർ അപ്പോഴേ വരുള്ളൂ. എല്ലാ പാർട്ടിയും അങ്ങനെയാണ്. അതുപോലെ ഇപ്പൊ ഈ 12 മുന്നേ പിന്നിൽ കുറെ ആൾക്കാർ AC ബസ്സിൽ വരാനില്ല. പിന്നെ ആർക്ക് വേണ്ടിയാണ് ഈ പൊതുയോഗം? ഇവിടുള്ള ഓട്ടോ ഡ്രൈവർമാരായ സഹോദരന്മാർക്കാണ് ഈ പൊതുയോഗം. ഈ സ്വാധീനമുള്ള ബേക്കറിയിൽ വരുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട സഹോദരിമാർക്കാണ്. ആ കട ഉടമസ്ഥനാണ്. ഈ ബേക്കറി ഉടമസ്ഥന് വേണ്ടിയിട്ടാണ്. ഈ മെഡിക്കൽ ഷോപ്പിലുള്ള സഹോദരിമാർക്ക് വേണ്ടിയിട്ടാണ്. ഈ പൊതുയോഗം ജലപ്പുള്ളിയിലുള്ള ഓരോ ജനത്തിനു വേണ്ടിയാണ്. ഈ കേൾക്കുന്ന ഓരോരുത്തർക്കും വേണ്ടിയാണ്. അടുത്തുള്ള ഗ്രാമപഞ്ചായത്ത് ഓഫീസിനുള്ളിലുള്ള ഓരോ ഉദ്യോഗസ്ഥന് വേണ്ടിയിട്ടാണ്. അവർക്ക് കേൾക്കാൻ വേണ്ടിയാണ് ഈ പൊതുയോഗം. ഈ പൊതുയോഗം രാഷ്ട്രീയ പൊതുയോഗമല്ല. കാരണം 2015 ശേഷം വിദ്യാഭ്യാസ കേരളയിൽ നിന്ന് അവകാശപ്പെടുന്ന ഓരോ മലയാളിയും എന്തു പറഞ്ഞാലും രാഷ്ട്രീയപരമായും ജാതിപരമായും മതപരമായും മാത്രം ചിന്തിച്ചു ശീലിച്ചു. ഗതികെട്ട ഒരു കേരളം. ശാസ്ത്രപരമായും ചരിത്രപരമായും പ്രകൃതിപരമായും ചിന്തിക്കുന്ന ശേഷി നഷ്ടപ്പെട്ട കേരളീയനുള്ള വെല്ലുവിളിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തു പറഞ്ഞാലും ജാതീയമായും ശാസ്ത്രപരമായി ചിന്തിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പൊ കൊക്കോകോള കമ്പനിയെ കുറിച്ച് പറഞ്ഞു, പെപ്സി കമ്പനിയെ കുറിച്ച് പറഞ്ഞു, പറയാതെ വിട്ടുപോയ 2 വിഷയമുണ്ട്. എത്ര തന്നെ ടെക്നോളജി വളർന്നാലും 3G 4G 5G കൊണ്ട് 1 കിലോ നെല്ല്
ഉൽപ്പാദിപ്പിക്കാൻ ഡൗൺലോഡ് ചെയ്യാൻ സാധ്യമല്ല. 1 കിലോ നെല്ല് ഇന്റർനെറ്റിൽ ഡൗൺലോഡ് ചെയ്യാൻ സാധ്യമല്ല. 1 ലിറ്റർ വെള്ളം ഇന്റർനെറ്റിൽ ഡൗൺലോഡ് ചെയ്യാൻ സാധ്യമല്ല. ഇത് സാമാന്യ അറിവാണ്. ഈ അറിവ് നമുക്ക് നഷ്ടപ്പെട്ടു പോയോ? പാലക്കാട് കേരളത്തിന്റെ നെല്ലാണ്. അത് കവിത എഴുതാനുള്ളതല്ല. 1 കിലോ നെല്ല് ഉൽപ്പാദിപ്പിക്കാൻ 8000 ലിറ്റർ വെള്ളം വേണമെന്ന് ഓരോ കർഷകനും കണക്ക് പറയാറുണ്ട്. ശാസ്ത്രീയമായ കണക്ക്. 1 കിലോ നെല്ല് ഉൽപ്പാദിപ്പിക്കാൻ 8000 ലിറ്റർ വെള്ളം വേണം. അതുപോലെ 1 കിലോ ചന്ദനമുട്ടി, സാൻഡൽവുഡ് ചന്ദനമുട്ടി ഓയിലാക്കാൻ 12000 ലിറ്റർ വെള്ളം വേണം. പാലക്കാട് ജില്ലയിൽ ലൈസൻസോട് കൂടി 29 ചന്ദന കമ്പനികളാണ് പ്രവർത്തിച്ചത്. വാളയാറും പുതുശ്ശേരി പഞ്ചായത്തിലും കഞ്ചിക്കോടും കൊഴിഞ്ഞാമ്പാറയിലും എലിത്താപ്പതിയിലും മീനാക്ഷിപുരത്തും ഗോവിന്ദാപുരത്തും 28 ചന്ദന കമ്പനിയാണ് ലൈസൻസോടുകൂടി പ്രവർത്തിച്ചത്. ഓരോ ചന്ദന കമ്പനിക്കുള്ളിലും 8ഉം 9ഉം ബോർവെല്ലുകളാണ്. ഓരോ ദിവസവും 1 ചന്ദനമുട്ടി 1 കിലോ ചന്ദനമുട്ടി ഓയിലാക്കി ബോയിൽ ചെയ്ത് ഓയിലാക്കാൻ 10 ബോർഡുണ്ടായിരുന്നു. ചന്ദന കമ്പനി ഉണ്ടായിരുന്നു. ഊറ്റിയെടുത്തു. ഭൂഗർഭജലമില്ല. ഇത് പറയുമ്പോ ഇപ്പൊ എലപ്പുള്ളിയിലുള്ള പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ ഉദ്യോഗസ്ഥരായിരിക്കുന്ന ബഹുമാനപ്പെട്ട സഹോദരന്മാർ ചിന്തിക്കും, ഞാൻ എലപ്പുള്ളി പഞ്ചായത്തിലാണ് ജോലി ചെയ്യുന്നത്, അവിടെ ഇങ്ങനെ ബ്രൂവറി പറഞ്ഞ ബ്രാൻഡി കമ്പനി വരുന്ന പ്രശ്നമുണ്ട്, ഭൂഗർഭജലം എടുക്കും തോന്നുന്നു, മലമ്പുഴ വെള്ളമൊക്കെ എടുക്കും തോന്നുന്നു. പക്ഷെ എന്റെ വീട് കഴിഞ്ഞാൽ പറയാൻ കേട്ടാ എനിക്കത് പ്രശ്നമില്ല. ഇവിടെ ഒരു കമ്പ്യൂട്ടർ സെന്റർ വെച്ചിരിക്കുന്നു. അദ്ദേഹം പറയുന്നു, എലപ്പുള്ളിയിലാണ് കട, ഞാൻ പാലക്കാടാണ്, അവിടെ എന്തായാലും നമുക്ക് എന്താണ്, എലപ്പുള്ളിയിൽ ഇതൊക്കെ നമുക്ക് എന്താണ്. സാമാന്യ അറിവ് കൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ ഭൂഗർഭജലത്തിന് ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, MLA നിയോജക മണ്ഡലം 27 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ അതിൽ ഭരിക്കണമെങ്കിൽ, കാരണം ഇവിടെ ഒരു വാർഡ് മെമ്പറായി കഴിഞ്ഞാൽ അയാൾ പ്രധാനമന്ത്രി പോലെയാണ്, നെഞ്ചിലൊരു ബ്രേക്കും വെച്ച് ഇങ്ങനെ നടക്കുള്ളൂ. അങ്ങനെ വാർഡ് മെമ്പറുകളാണ്. പക്ഷെ ഇലക്ഷൻ സമയത്ത് കയ്യും കാലും പിടിച്ച് അയ്യോ എങ്ങനെയെങ്കിലും ജയിപ്പിക്കുന്നൊക്കെ പറയും. ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളെ പിടിക്കാൻ കഴിയില്ല. നെഞ്ചിലൊരു പ്ലേറ്റ് ആണ്. അങ്ങനെ എലപ്പുള്ളി ഗ്രാമപഞ്ചായത്തിലുള്ള 22 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ ഭരിക്കാൻ വേണമെങ്കിൽ 11 12 വാർഡ് വേണം. അത് ആർക്കും ഇല്ല ആ മെജോറിറ്റി. എന്റെ അറിവ് ശരിയാണെങ്കിൽ 9 വാർഡ് കോൺഗ്രസും 8 വാർഡ് CPM-ഉം 5 വാർഡ് BJP-യുമാണ്. പിന്നെ എങ്ങനെയുള്ള ഭരണം നടക്കുന്നു? ഒരു അതിശയം തന്നെ. കാരണം നിങ്ങൾ ഇലക്ഷൻ വേണ്ട പറഞ്ഞ് കോൺഗ്രസ് ഭരിച്ചോട്ടെ എന്നുള്ള ഭരണം നടക്കുന്നു. ഇപ്പൊ എലപ്പുള്ളി ഗ്രാമപഞ്ചായത്തിലുള്ള ഓരോ ജനവും നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റായ ബഹുമാനപ്പെട്ട സഹോദരി രേവതി ബാബു എന്നുള്ള ആ പെണ്ണിനെ നന്ദി പറയേണ്ടതുണ്ട്. കാരണം കേരളം ഒട്ടാകെ കേൾക്കുന്ന ഒരു വാചകം അദ്ദേഹം ഒരാഴ്ച മുമ്പ് പറഞ്ഞിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ ബ്രാൻഡി കമ്പനി വന്നേ തീരുമെന്ന് പറയുന്നത് എലപ്പുള്ളി ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് എന്ന് പറഞ്ഞിരുന്നു. അതിന് அந்த பெண் சிங்கத்துக்கு இந்த எலப்பூர் மக்கள் நன்றி சொல்லுங்கள். ഒരിക്കലും പറ്റില്ല. വിലപ്പോകാൻ ഒരു അളവുണ്ട്. 10 രൂപയ്ക്ക് വിലപ്പോകെ നാണയങ്ങൾക്ക് ഉറപ്പത് രാവിലെ ഒരിക്കലും കടത്തു പോയും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെള്ളയും കഞ്ചിയിട്ട് അങ്ങനെ തെളിഞ്ഞിട്ട് കണ്ണാടി നോക്കുമ്പോ ഒന്നും മനസാക്ഷിയോട്ട് കേൾക്കണ്ടേ? ഇതൊരു പുറപ്പാടാണ് സ്വയം ചോദിക്കണ്ടേ ഓരോ രാഷ്ട്രീയക്കാരനും. ആ സ്ഥലത്ത് എല്ലാ കൊടിയും ഇടുന്നുണ്ട്, എല്ലാ കൊടിയും ഇവിടെ കുട്ടിയിട്ടുണ്ട്. എന്നിട്ടും ആ ഫാക്ടറി ഇവിടെ വരികയാണെങ്കിൽ ഒരു കൊടി ഒഴികെ ക്ഷമിക്കണം. നമ്മുടെ സഹോദരൻ ജോലീസ് പുത്തൻസ് പറഞ്ഞത് ഒരു കൊടി ഒഴികെ ബാക്കി എല്ലാ കൊടിയും കുട്ടിയിട്ടുണ്ട്. അതേതാണ് കൊടി? ലോകത്തിലെ വിപ്ലവം ഉണ്ടാക്കിയ കൊടി. വായു തുറന്ന നുണയെ പറയുന്നു. അവർക്കൊരു വിഷയം അറിയാം. വിദ്യാഭ്യാസ കേരളീയന് വായനാശീലമില്ല, സത്യമാണ്. പക്ഷെ ഈ നേതാക്കന്മാര് തെറ്റായ വിഷയം കൃത്യമായി പഠിച്ചു വെച്ചിട്ടുണ്ട്. തെറ്റായ വിഷയം കൃത്യമായി പഠിച്ചു വെച്ച് പ്രസ്താവിക്കാൻ ഭയങ്കര കഴിവുള്ളവരാണ്. അവർ പറഞ്ഞു ഇവിടെ ജനങ്ങൾക്ക് ജോലി കൊടുക്കാനാണ് പറഞ്ഞു. അപ്പൊ ഇത് എലപ്പുള്ളി ജനങ്ങൾക്ക് ജോലിയില്ലേ? എലപ്പുള്ളി ജനങ്ങൾക്ക് ഏതോ ജോലി ഇല്ലാതെയാണ് ഇരിക്കുന്നത്. മുക്കിലെ ഇന്നലെ എല്ലാവരും ജോലി ചെയ്യുന്നുണ്ടല്ലോ. ഒരു വിഷയമുണ്ട്, ജോലി ഇല്ലാത്തവർക്കാണ് ജോലി കൊടുക്കേണ്ടത്. ഇവിടെ കുറച്ചു പേർക്ക് ജോലിയുണ്ട്,
എല്ലാവർക്കും എല്ലാവർക്കും ജോലിയുണ്ട്. ജോലിയുള്ളവരുടെ ജോലിയെല്ലാം ഇല്ലാതാക്കിയിട്ട് പുതിയ ജോലി നിർത്തണ്ട സമയേ. ഇപ്പൊ അവിടെ നിങ്ങൾ മണ്ണനാട് പോയി, അവരെല്ലാം പണിയെടുക്കുന്നവരാണ്. 65-70 വയസ്സ് പോയ ആ വനിതകൾ, ദൈവങ്ങൾ പാടത്ത് പണിയെടുക്കുന്നവരാണ്. അവരൊന്നും പണിയില്ലാത്തവരല്ല. ജോലി കൊടുക്കുക പറഞ്ഞാൽ ജോലിയില്ലാത്ത യുവസമൂഹത്തിന് ജോലി കൊടുക്കുകയും അല്ലാതെ അത് പറയും. തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന കാമരാജർ നമ്മുടെ മലമണി ഡാം കെട്ടിയ ആ മഹത്വത്തിയ ഒരു വാക്ക് പറയും, ലോട്ടറി ടിക്കറ്റും മദ്യവും എന്റെ ഊരിൽ ഇരിക്കുമോ അന്റെ ഊർ നാശമാക്കാൻ പോകും. അതായത് വിദ്യാഭ്യാസ സമ്പന്നമായ പുരോഗമന കേരളം, നമ്പർ കേരളം എന്ന് അവകാശപ്പെടുന്ന മലയാളി അധ്വാനത്തിൽ വിശ്വസിക്കുമോ അല്ല ലോട്ടറിയിൽ വേണ്ട ഭാഗ്യത്തിൽ വിശ്വസിക്കുമോ? എങ്ങനെയാണ് ഇവിടെ കാര്യങ്ങൾ പറയുക? സിഗരറ്റ് വലിച്ചാൽ 1 മിനിറ്റ് ആയുസ് കുറയും, മനസ്സ് വിട്ട് ചിരിച്ചാൽ 1 മിനിറ്റ് ആയുസ് കൂടും എന്ന് വിദ്യാഭ്യാസ കേരളീയനോട് പറഞ്ഞപ്പോ അവൻ ചിരിച്ചുകൊണ്ടേ സിഗരറ്റ് വലിച്ചു. എന്തൊരു ഗതികേട്! ഇത് ആത്മപരിശോധനയാണ്. ഏതോ ഒരു പാണ്ഡിത്യബലം വന്ന് എടപ്പള്ളി ജംഗ്ഷനില് മലയാളികളെ കുറ്റം പറഞ്ഞ് ആരും വിചാരിക്കരുത്. കേരളത്തിലുള്ള മലയാളികളെ കുറ്റം പറയാൻ 100% അർഹതയുള്ള തിരുവനന്തപുരം കൊച്ചിക്കാരനാണ് നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. KS ശിവരാമഭാരതി ഈഴവ കമ്മ്യൂണിറ്റിയിൽ ജനിച്ച ഒരു ഉന്നതമായ മഹാൻ. അവർ ഗസറ്റിലെല്ലാം ഈഴവർ തന്നെയാണ്. പക്ഷെ സാമ്പത്തിക ശേഷിയുള്ള ഈഴവർ പൂർവ്വൻ അറിയപ്പെടും. അദ്ദേഹം പൂർവ്വനായതുകൊണ്ട് ഈഴവർ എന്ന് നിങ്ങൾ മാറ്റി. ശിവരാമഭാരതിയെ കുറിച്ച് പറയാൻ കാരണം ഇതേ ജില്ലയിൽ 4500 പേർ ജോലി എടുത്ത ഭഗവതി ടെക്സ്റ്റൈൽസ് 5ാം വയസ്സിൽ കമ്പനി ഉണ്ടായിരുന്നു. ഭഗവതി ടെക്സ്റ്റൈൽസ് പരുത്തി നൂലുണ്ടാക്കുന്ന കമ്പനി. മെട്രോസ് പില്ലേഴ്സ് അട്ടപ്പാടത്തുണ്ടായിരുന്നു. ചിറ്റൂർ മേനോൻപോയ കോഓപ്പറേറ്റീവ് ഷുഗർ ഫാക്ടറി. ഇവിടെ കരുമ്പുണ്ടായിരുന്നു. എലപ്പുഴയിൽ ഇവിടെ കരുമ്പുണ്ടായിരുന്നു, നിലക്കടവ ഉണ്ടായിരുന്നു, പരുത്തി ഉണ്ടായിരുന്നു. இந்த விஷயத்தை மட்டும் தமிழ்ல சொல்றேன், எல்லாருக்கும் தமிழ் புரியும் நினைக்கிறேன். அப்படி நேர்மையான ஒழுக்கமான ஒரு 5000 பேர் வேலை செய்யற பிராண்ட் கம்பெனி அல்ல. சிவராமபாரதி எம்எல்ஏவா இருக்கும் போது கொண்டு வந்த மாதிரி ஒரு டெக்ஸ்டைல் கம்பெனியோ ஒரு சுகர் ஃபேக்டரியோ கொண்டு வாங்க. இந்த காலத்துக்கு நாய்க்கு போட்டுறாங்க. ஒரு கம்பெனி கொண்டு வாங்கப்பா, ஒரு 5000 பேருக்கு தொழில் கிடைக்கட்டும்னா நீரா நல்லா குடிக்கிறா, ஊருக்கு போறா நல்லா குடிக்கிறோம். நீ குடியன், நீ குடியனாகுമ്പോ ജനങ്ങളെ മുഴുവൻ കുടിയന്മാരാക്ക ബ്രാൻഡ് കമ്പനി കൊണ്ടുപോയി. എന്തൊരു നീതി! പിന്നെ രാവിലെ എണീച്ചതും നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാം. നമ്മൾ മലയാളികൾ അതിശയിക്കും, പിള്ളേർക്ക് ജീവിക്കും. സ്വന്തം മകളെ പീഡിപ്പിക്കുന്ന അച്ഛന്മാർ കൂടിയ കേരളമാണ്. ഓരോ ദിവസവും രാത്രി 10, 8, 11 മുഖ്യധാരാ ചാനലുകൾ ഓപ്പണിൽ കാണുക. മലയാള മനോരമ, FIR, ഏഷ്യാനെറ്റിൽ കൈഫായി ആ അരമണിക്കൂർ കൊണ്ട് കേരളം ഉണ്ടാകുന്നത് മലയാളത്തിൽ തന്നെ പറയും. അതിനൊരു രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്നറിയോ? ഈ നമ്മുടെ മലയാള ഭാഷ പുറത്തുള്ളവർക്ക് അറിയില്ല. അതുകൊണ്ട് നമുക്ക് മാനക്കേടിൽ രക്ഷപ്പെട്ടു. ആർക്കും മലയാളം പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റാത്ത ഭാഷയാണ്. അതുകൊണ്ട് മാത്രമാണ് പുറം ലോകം നമ്മളെ ബഹുമാനിക്കുന്നത്. രാവിലെ എണിച്ച് UP നോക്കൂ, ബീഹാർ നോക്കൂ, തമിഴ്നാട് നോക്കൂ. നോക്കാം, ഇവിടെയും നോക്കണ്ടേ, കേരളവും നോക്കണ്ടേ? 5 വയസ്സ് പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുന്ന കേരളം. ആ പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെടുന്നതിന് ഒരിക്കലും നീതി കിട്ടില്ല എന്ന് ഉറപ്പായ കേരളം. നീതി ന്യായം നടപ്പിലാക്കാൻ സാധ്യമല്ല എന്നുള്ള കേരളം. കാരണം ആദ്യം തുടങ്ങിയ ആ മാറ്റം സഖാവ് VS അച്യുതാനന്ദന് ശേഷം ഉള്ള കേരളം, അതിന് മുമ്പുള്ള കേരളം എന്ന് കേരളത്തെ 2ആയി തരംതിരിക്കാം. കാരണം കേട്ടാ, അയാൾ കഞ്ചാവൊക്കെ കച്ചവടമാണ്, കഞ്ചാവ് MDMA ആണ് എന്ന് പറഞ്ഞ നമ്മുടെ നേതാവ് പറയൂ, എന്തോ ചെയ്തോട്ടാ അങ്ങനെ പണമുണ്ടല്ലോ, എന്തോ ചെയ്തോട്ടാ അങ്ങനെ പണമുണ്ടല്ലോ. 6 മാസം പഞ്ചായത്ത് ലക്ഷം തരുന്നു, 10 ലക്ഷം രൂപ റെഡിയാക്കോ, പിന്നെ ഗുണ്ടാതെ വന്ന് സീറ്റ് കഴിക്കണ്ട. കുട്ടികൾ സ്കൂൾ വിട്ട് നമ്മൾ ബൈക്കിൽ പോകുമ്പോ കുട്ടികളൊക്കെ കൈ കാണിക്കും, ലിഫ്റ്റ് ചോദിക്കും. അങ്ങനെ വിശ്വസിച്ച്
ഇപ്പൊ കുട്ടികൾക്ക് ലിഫ്റ്റ് കൊടുക്കാൻ സാധ്യമല്ലാത്ത കാലഘട്ടത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഏത് സ്റ്റുഡന്റിന്റെ കയ്യിൽ 1 കിലോ കഞ്ചാവ് MDMA നിന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. കാരിയറാണ്. ഇന്ന് ബ്രാൻഡിക്കമായി കൊണ്ടുവരാൻ എന്നുള്ളത് ശരി തന്നെയാണ്. കാരണം കഴിഞ്ഞ 9 വർഷ ഭരണത്തിൽ LDF സർക്കാർ ചിറ്റൂർ താലൂക്കിലെയും പാലക്കാട് ജില്ലയെയും ലഹരി ഹബ്ബായി മാറ്റി എന്നുള്ളതാണ് സത്യം. ലഹരി ഹബ്ബാണ്. പല സ്കൂളുകളുടെ മുന്നിലും കഞ്ചാവും MDMA-യും സാധാരണമായി കിട്ടാറുണ്ട്. കച്ചവടമെല്ലാം ആരാണിത്? ഭരിക്കുന്ന പാർട്ടി തന്നെയാണ്. ഭരിക്കുന്ന പാർട്ടി തന്നെയാണ്. എന്റെ നിയോജക മണ്ഡലം ചിറ്റൂർ ഇപ്പൊ പറഞ്ഞു. നമ്മുടെ ബഹുമാനപ്പെട്ട പോലേട്ടനും ആറുമേട്ടനെല്ലാം സംസാരിക്കുമ്പോ അമേരിക്കൻ സാറ്റലൈറ്റ് കാണിച്ചു കൊക്കക്കോള വന്നു എന്നൊക്കെ. അതെ, 2ാം ലോക മഹായുദ്ധ സമയത്ത് ഹിറ്റ്ലർ എന്നുള്ള ഒരു കൊടുമ്പോളൻ ഈ കൊക്കക്കോളയെ ബാൻ ചെയ്യാൻ തീരുമാനിച്ചു. കൊക്കക്കോളയെ ബാൻ ചെയ്യാൻ തീരുമാനിച്ചു ഹിറ്റ്ലർ. കാരണം കൊക്കക്കോള ഒരു അമേരിക്കൻ പ്രോഡക്റ്റ് ആണ്. പക്ഷേ ഹിറ്റ്ലറെ കൊണ്ടുപോലും ബാൻ ചെയ്യാൻ സാധ്യമാകില്ല. കൊക്കക്കോളയെ തടയാൻ ഹിറ്റ്ലറെ കൊണ്ടുപോലും കഴിയില്ല. ഹിറ്റ്ലറെ കൊണ്ടുപോലും കഴിയാത്ത കൊക്കക്കോളയെ തടയാൻ കഴിഞ്ഞത് ലോകത്തിൽ 2 സ്ഥലത്താണ്. ഒന്ന്, നമ്മുടെ തമിഴ് സിനിമ നടൻ വിജയ് അഭിനയിച്ച ഒരു സിനിമയുണ്ട്, കത്തി പറഞ്ഞ സിനിമ. സിനിമയിൽ അടയ്ക്കും. 2ാമത്തത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലെ പ്ലാച്ചിമല ഒരു 18 ആദിവാസി കുടുംബങ്ങൾ മലിനമ്മ എന്നുള്ള ഒരു സമരനായ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു, എന്ത് വില കൊടുത്തും ജീവൻ കൊടുത്തും ഈ കമ്പനി പൂട്ടുമെന്ന് പറഞ്ഞു. കമ്പനി പൂട്ടി. അതോട് സമരം വിജയിച്ചു. പക്ഷെ അദ്ദേഹം ആ കമ്പനി പൂട്ടിയതിനു ശേഷം, അദ്ദേഹം മരിച്ചതിനു ശേഷം ഇപ്പോഴും 15 വർഷമായിട്ട് സമരം നടക്കുന്നു. എന്തിനാണ്? നഷ്ടവീട് വാങ്ങാൻ. എന്തിനാണ്? 216 കോടി രൂപ കൊക്കോകോള ഉണ്ടാക്കി വെച്ച ദുരന്തങ്ങൾക്ക് കർഷകർക്കും ആദിവാസികൾക്കും നഷ്ടവീട് വാങ്ങണം. ഒരു മനുഷ്യർക്ക് കൂടിയ സഹോദര സഹോദരികളെ, പ്രത്യേകമായി നെൽ കർഷകരെ, നിങ്ങള് സർക്കാരിന് കൊടുത്ത നെല്ലിന്റെ പൈസ ആദ്യം വാങ്ങി, പിന്നെ നഷ്ടവീട് വേണം. ഗതികെട്ട പുറപ്പല്ലേ. ഒരു 6 മാസം മുമ്പ് സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജ് ഉത്തർപ്രദേശിൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, ഇന്ത്യ ഹിന്ദുക്കൾ മെജോറിറ്റി ഉള്ള രാജ്യമാണ്. അപ്പൊ ഹിന്ദുക്കളുടെ സംസ്കാരമേ ഇവിടെ പാടുള്ളൂ എന്ന് പ്രസംഗിച്ചു. സുപ്രീം കോടതി അദ്ദേഹത്തിന് ശാസിച്ചു, ചുമതലയെ കേസെടുത്തു. അതല്ല ഇന്ത്യൻ ജനാധിപത്യം. അതുപോലെ ചിറ്റൂരിനും മലമ്പുഴയിലുമൊക്കെ എഴുതപ്പെടാത്ത ഒരു ചട്ടമുണ്ട്. ഇവർ തമ്മിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ മണ്ഡലത്തിൽ ഏത് ജാതിക്കാരനാണോ കൂടുതൽ ആ ജാതിയിൽപ്പെട്ട ആൾ മാത്രമേ നീലവൻ MLA ആകാൻ പാടുള്ളൂ. ചിറ്റൂർ നീലവൻ മേൽക്കോയ്മയാണ്. മലമ്പുഴ നീലവൻ മേൽക്കോയ്മയാണ്. ആണോ? ഇത്രയും കാലം ഈ നീലവ ജാതിയിൽപ്പെട്ട നേതാക്കൾ MLA-മാരായിട്ട് ഈ നീലവന്റെ ജീവിതത്തിൽ പുരോഗമനമുണ്ടായോ? കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ അഴിമതിയാണ് മലബാർ സിമന്റ്സ് അഴിമതി. ശശീന്ദ്രൻ എന്നുള്ള ഒരു മഹത് വ്യക്തി ആ അഴിമതി പുറത്തുകൊണ്ടുവന്നു. അദ്ദേഹം നീലവ ജാതിയിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തിനെയും 2 കുട്ടികളെയും കൊന്ന് കെട്ടിത്തൂക്കി. അദ്ദേഹത്തിന്റെ നീതിക്ക് വേണ്ടി ഇവരുള്ള ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഏതെങ്കിലും നീലവ നേതാക്കൾ വായിച്ചിറങ്ങിയിട്ടുണ്ടോ? ആ കുറ്റവാളി മലബാർ സിമന്റ്സിലെ ചാക്ക് കൊടുക്കാൻ പോയ ആള്. അയാളോടുള്ള BJP, CPM, കോൺഗ്രസ്, ജനതാദൾ എല്ലാ ഈഴവ നേതാക്കൾക്കും രാധാ സാറാണ്. ശിവരാമ ഭാരതി ഈ പാലക്കാട് ജില്ലയിൽ ഏകദേശം 15,000 പേർ ജോലി ചെയ്തിരുന്ന പല കമ്പനികളും കൊണ്ടുവന്ന ആളാണ്. ബ്രാൻഡിംഗ് കമ്പനികളാണ്. ഭഗവതി ടെക്സ്റ്റൈൽസ്, മെഡ്രാസ് മില്ലേഴ്സ്, ചിറ്റൂർ കോപ്പറേറ്റീവ് ഷുഗേഴ്സ്, ഇങ്ങനെ നിരവധി കമ്പനികൾ. ചിറ്റൂർ ഗവൺമെന്റ് കോളേജ്, കൊല്ലാമല സെന്റ് പോൾസ് 10ാം ക്ലാസ് വരായത്, പള്ളിക്കൂടങ്ങളും ഇങ്ങനെയുള്ള പ്രവർത്തനശാലകളും കമ്പനികളും കൊണ്ടുവന്ന ആള്. അദ്ദേഹം നീള കമ്മ്യൂണിറ്റിയാണ്. പക്ഷേ നീളവരിൽ തന്നെ കൊല്ലാമല വക്കീലുള്ളവർ പലരും സാമ്പത്തികമായി പിന്നോക്കമുള്ളതുകൊണ്ട് കൂടുതലും അറിയപ്പെടും. പൂരവരായതുകൊണ്ട് മാത്രം ശിവരാമ ഭാരതിയെ മാറ്റുവാനുള്ള ഈഴവൻ. ഇത് പറയാൻ കാരണം എലപ്പള്ളി ഗ്രാമപഞ്ചായത്തിലും
ഈ പറയുന്ന ജാതി രാഷ്ട്രീയമാണ്. കേരളം ഫുള്ളും ജാതി രാഷ്ട്രീയമാണ്. സ്വന്തം ജാതിയിൽപ്പെട്ട കർഷകർ പാലക്കാട് ജില്ല കേരളത്തിന്റെ നെല്ലവയാണ്. ഇവരുടെ നെൽകർഷകരിൽ 190 പേരും നീലവർ ജാതിയിൽപ്പെട്ട കർഷകരാണ്. അവർ പിച്ചക്കാരെ പോലെ ലഭിക്കുന്നതാണ് നെല്ലിന്റെ പൈസയ്ക്ക് വേണ്ടി. പിന്നെന്തിനാണ് നിങ്ങൾ ഇന്നും ആ ജാതിയാണ് പിടിച്ചു നടക്കുന്നത്? അതാണല്ലോ ഇവിടെ പ്ലേ കാർഡ്. ഇപ്പോഴും 6-7 മാസം കൊണ്ട് ഇവിടെ വരാൻ പോകുന്നത് ഗ്രാമപഞ്ചായത്ത് ഇലക്ഷനാണ്. എലപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ രാഷ്ട്രീയം ഭരണം എങ്ങോട്ടും തിരിയാം. ഇതിലും ഓരോ വാർഡിലും നിൽക്കുന്ന സ്ഥാനാർത്ഥിയുടെ ജാതി എല്ലാ നോക്കിയിട്ട് വോട്ട് ചെയ്യുന്നു. വിദ്യാഭ്യാസ കേരളയിൽ നിന്ന് പറയുന്നത് വെറും വാക്ക് മാത്രമാണ്. പക്ഷേ ഈ ജാതി രാഷ്ട്രീയം ഇപ്പോഴും പറയാൻ കാരണം പ്രകൃതിക്ക് ജാതി ഇല്ല എന്നുള്ളത് ഒരു സാമാന്യ അറിവാണ്. 15 വർഷം മുമ്പ് കുപ്പിവെള്ളം കുടിക്കേണ്ട ഗതികേട് കേരളത്തിന് വരും എന്ന് പറഞ്ഞ ആ ശാസ്ത്രജ്ഞനെ കളിയാക്കിയ നമ്മൾ ഇപ്പോ കുപ്പിവെള്ളം കുടിക്കുന്നു. അത് പൈസ കൊടുത്താൽ കിട്ടുമല്ലോ? കിട്ടില്ല. pH വാല്യൂ 7 ആണെങ്കിൽ മാത്രമേ കുടിക്കാനുള്ള യോഗ്യതയുള്ള വെള്ളത്തിന് pH വാല്യൂ 7. നമ്മളിപ്പോ പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടെ കേരളത്തിൽ കുടിക്കുന്ന വെള്ളത്തിന് pH വാല്യൂ 7 ഇല്ല. അപ്പൊ 6 ആണോ 5 ആണോ? ഇല്ല. pH വാല്യൂ 5 മല്ല 6 മല്ല 7 മല്ല. കോളിഫോം ബാക്ടീരിയ കക്കൂസ് മാലിന്യത്തിന്റെ ആളുകളുടെ വെള്ളമാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓർക്കണം, വിദ്യാഭ്യാസ കേരളയിൽ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം കോളിഫോം ബാക്ടീരിയ കക്കൂസ് മാലിന്യത്തിന്റെ അളവാണ്. കക്കൂസ് മാലിന്യ വെള്ളമാണ് ഓരോ വിദ്യാഭ്യാസ കേരളയിൽ ഇപ്പൊ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊരു ഗതികെട്ട ജീവിതം! ചിക്കൻ ഗുനിയ, പന്നിപ്പനി, മട്ടൻ ഗുനിയ, കഴുതക്കാട്ടം മാത്രമാണ് ഇത് വരാത്തത്. കഴുതപ്പനി മാത്രമാണ് ഇവിടെ വരാത്തത്. കേരളം രോഗങ്ങൾക്ക് മരുന്ന് കണ്ടുപിടിച്ചില്ലെങ്കിലും പുതിയതായി രോഗങ്ങൾ കണ്ടുപിടിക്കുന്നു. ചൈനയ്ക്ക് ശേഷം പുതിയ രോഗങ്ങൾ രൂപപ്പെടുന്നത് കേരളത്തിലാണ്. ചൈനയ്ക്ക് ശേഷം പുതിയ രോഗങ്ങൾ രൂപപ്പെടുന്നത് കേരളത്തിലാണ്. മലയാളിക്ക് എല്ലാ പ്രശ്നമാണ്. ചൂട് പ്രശ്നം, വെയിൽ പ്രശ്നം, തണുപ്പ് പ്രശ്നം, ആന പ്രശ്നം, പൂച്ച പ്രശ്നം, കടുവ പ്രശ്നം, പക്കത്ത് വീട്ടുകാരുടെ പ്രശ്നം, മനുഷ്യന്റെ പ്രശ്നം. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇത് 2025 ഫെബ്രുവരി മാസം ഇന്ന് 13-ാം തീയതി. കഴിഞ്ഞ വർഷം ഇതേപോലെ വേനൽ ചൂട് കൂടി പാലക്കാട് ജില്ലയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം നിയമിച്ചു. ചൂട് കൂടി. അതേ 2025 ജൂൺ മാസം മഴ പെയ്തു, സ്കൂളിൽ നിയമിട്ടു. ഒന്ന് വെള്ളമില്ലാതെ ചാടും, അല്ലെങ്കിൽ വെള്ളത്തിൽ ചാടും. പാലക്കാട് ജില്ലയ്ക്ക് വരാൻ മറ്റുള്ള നമ്മുടെ കേരളത്തിലുള്ള ജില്ലക്കാർ തന്നെ വളരെ ഇറിറ്റേഷനാണ്. പാലക്കാട് ഈ കടുവം അവിടെ ചൂട് പറയുന്നു. പാലക്കാട് പറഞ്ഞാൽ ഈ കടുവം ചൂട് പറയുന്നു. പാലക്കാട് കഴിഞ്ഞ 10 വർഷത്തിൽ തെക്കേ ഇന്ത്യയിൽ ഏറ്റവും ചൂട് കൂടിയ പ്രദേശമായി മാറി. അതാണ് കണക്ക്. പാലക്കാട് ജില്ല തെക്കേ ഇന്ത്യയിൽ ഏറ്റവും ചൂട് കൂടിയ ഭൂപ്രദേശമായി മാറി. എന്തുകൊണ്ട്? പാലക്കാട് മാത്രം ഡബിൾ സൂര്യനാണോ? പാലക്കാട് ജില്ലയ്ക്ക് മാത്രം 2 സൂര്യനുണ്ടോ? എങ്ങനെ പാലക്കാട് മാത്രം ചൂട് കൂടി? കേരളത്തിലുള്ള 13 ജില്ലക്കാർക്കും പാലക്കാട് ജില്ല കുപ്പത്തൊട്ടിയാണ്. സുഷമ സ്വരാജും ആനന്ദിബെൻ പട്ടേലും മായാവതിയും 16 വനിതാ മുഖ്യമന്ത്രിമാർ. പക്ഷേ കേരളത്തിൽ ഇന്നേ വരെ ഒരു വലിയ മുഖ്യമന്ത്രിയാക്കാൻ ഏത് രാഷ്ട്രീയ പാർട്ടിയും തയ്യാറാകില്ല. എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ കേരളം മേൽ സാവലിസ്റ്റ് പറഞ്ഞ വാക്കുണ്ട്. എന്ന് പറഞ്ഞ ചരക്കാണ്. അത്രയും പെണ്ണിനെയും മണ്ണിനെയും കേവലപ്പെടുത്തുന്ന ഒരു ഭരണകൂടമാണ് എക്കാലത്തും കേരളം ഭരിക്കുന്നത്. ഇതിന് ഉത്തരം പറയേണ്ടത് എലപ്പള്ളി ഗ്രാമപഞ്ചായത്തിലുള്ള വനിതകളാണ്. മണ്ണും പെണ്ണും ദൈവം. കാരണം ലോകപ്രസിദ്ധമായ കൊക്കോകോള സമരത്തിൽ ആ കൊക്കോകോള കമ്പനി കൂട്ടാൻ കാരണം
ഒരു വനിതാ നേതാവാണ് സമര നായിക മൈലമ്മ. അതുപോലെ എലപ്പുള്ളിയിൽ ഈ കമ്പനി വരാതെ ഈ മണ്ണിനെയും ജനങ്ങളെയും സംരക്ഷിക്കണമെങ്കിൽ വനിതകൾ മുന്നിട്ടിറങ്ങണം. ശീലക്കെട്ടി എടുത്തിട്ടുണ്ടാകണം. സെൽഫും ശീലക്കെട്ടി അങ്ങനെയുള്ള സമരങ്ങളെല്ലാം കൊണ്ടുപോയി നടന്നില്ല. സെൽഫും ശീലക്കെട്ടി എടുത്ത് നമ്മൾ വോട്ട് പോട്ട MLA, MP, മന്ത്രി, തന്ത്രി, കുന്ത്രി എല്ലാവരും വെറുക്കി അടിച്ചാൽ ഇരിക്കും. ഇതിന്റെ യാർക്കും കൊമ്പെല്ലാം പറയില്ല. ഒരു വാർഡ് മെമ്പർ ആണുടനെ എന്റെ കൊന്നു മണിച്ചത് ഇന്നിങ്ങനെ തന്നെ ശബ്ദക്ക് ഇങ്ങനെയായിരിക്കും നടത്തുന്നെങ്ങനെയാണ്. അതുവരെ അയ്യോ എങ്ങനെയെങ്കിലും എന്നൊന്ന് ജയിപ്പിച്ചുണ്ട്. 6 മാസം കൊണ്ട് ഈ നാടകങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുകയാണ്. ഞങ്ങളുടെ ചിറ്റൂർ MLA മണ്ഡലത്തിന്റെ കേരളം കണ്ടതിൽ ഏറ്റവും വലിയ ഹൈടെക് ക്രിമിനൽ, ബാൻ ക്രിമിനൽ, കള്ളൻ ബഹുമാനപ്പെട്ട കൃഷ്ണൻകുട്ടി 1992 തൊട്ട് അയാളുടെ വമ്പൻ ബിസിനസ് വെള്ളമാണ്, ജനക്കച്ചവടക്കാരനാണ്, കർഷകനല്ല. അയാള് ജലപ്പുള്ളിയിലുള്ള ഭൂമിയെ കുറിച്ച് പറഞ്ഞത് എന്താണ്? ഗതികെട്ട വാക്കുകളാണ്. കയ്യിൽ കാലും പിടിച്ച് എങ്ങനെങ്കിലും മന്ത്രിയായിരിക്കണം. പിന്നെ തൃത്താലയിൽ പോയി ജീവിച്ച ബഹുമാനപ്പെട്ട മറ്റൊരു കള്ളൻ എന്തൊരു തിക്കാരമാണോ ബോഡി ലാംഗ്വേജ് കണ്ടാല്. நீங்களா புத்திசாலிகள் தான். உங்களை தவிர பாக்கி இருக்கிறவங்க முட்டாளல்ல. இந்த மண், இந்த பூமி நிறைய பேரை பார்த்துச்சு. ലോകം അവസാനിക്കുന്നവരെ MP സെക്ഷൻസ് മിനിസ്റ്ററായും കൃഷ്ണൻകുട്ടി വൈദ്യുതി മന്ത്രിയായി ഇരിക്കില്ല. ലോകം അവസാനിക്കുന്നവരെ ഇങ്ങനെ പുതില്ല. ഭൂമി കുറെ പേരുണ്ടാണ്. ഇവിടെയുള്ള പലരും ജീവനക്കാരിൽപ്പെട്ടാണ് പോലും കൃഷ്ണൻകുട്ടിയുടെ ഭയങ്കര കർഷകനാണ്, പിന്നാക്ക കർഷകനാണ്. അയാളെ ആദ്യകാലം കൊണ്ട് കച്ചവടക്കാരനാണ്. അയാളെ MLA ഇന്ത്യ പോയാണ് 28 ശതമാനം പിടിക്കുമ്പോഴാണ് ഞാൻ കൊടുത്തത്. 92 ഭൂമണ്ഡലം ആവശ്യത്തിലും ഊറ്റിയെടുത്തത്. ഇത് പറയാൻ കാരണം ഇപ്പോ ജനപ്പുള്ളിയിലുള്ള സഹോദരന്മാർ, ഈ കട ഉടമസ്ഥർ ഉൾപ്പെടെ ഇവിടെ കടന്നു പോകുന്ന ഓരോ ജനങ്ങളും എന്നെക്കാളും പ്രായത്തിൽ കൂടിയ ഓരോരുത്തർക്കുമുള്ള ദയയോട് കൂടിയുള്ള അപേക്ഷയാണ്. ഈ പ്രതിരോധം ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പറഞ്ഞ ഒരു സംഘടനയുണ്ട്. CPM ഭരിക്കാത്ത കാലത്ത് അവർ സമ്മേളനം നടത്തും. CPM ഭരിക്കുമ്പോ ഒരിക്കലും കാര്യങ്ങൾ ഓടും. അതുപോലെ രണ്ടുപേരുടെയും പ്രസംഗിക്കും. അതുപോലുള്ള പ്രതിരോധമല്ല ഇത്. ഇങ്ങനെ നമുക്ക് തേവൈ 1000 കഴുതകൾ അല്ല. AC ബസ്സിന് പാലക്കാട് സമ്മേളനം പറഞ്ഞ് ഓരോ രാഷ്ട്രീയ ഒരു ബിരിയാണി പാക്കറ്റും കൊടുത്ത് AC ബസ്സിന് പോകുന്ന സമ്മേളനം. നമുക്ക് തേവൈ 1000 കഴുതകളല്ല, 10 സിംഹങ്ങൾ. 10 സിംഹങ്ങൾ. അതാണ് ഈ സമൂഹ മാറ്റത്തിന് വഴി വരുന്നത്. ഇവിടെ ആവശ്യം 10 സിംഹങ്ങൾ. ഇങ്ങനെ തെരുവിന് റോട്ടില് പൊതുയോഗം വിട്ട് മയക്കിട്ട് പ്രസംഗിച്ചതുകൊണ്ട് എന്ത് സംഭവിക്കും? ഇവർക്ക് വേറെ പണിയില്ല. ഇങ്ങനെ പ്രസംഗിച്ചാണ് ലോക ചരിത്രം മാറിയത്. എന്തിനെ പ്രസംഗിച്ചു, എങ്ങനെ പ്രസംഗിച്ചു, എപ്പോ പ്രസംഗിച്ചു എന്നുള്ളതാണ്. ഇവിടെ അടുത്ത തലമുറയായ കുട്ടികൾ ചുമട്ടുതൊഴിലാളി സഹോദരന്മാർ തൊട്ട്, സഹോദരൻ ബസ് ഓടിക്കുന്ന ഡ്രൈവർ തൊട്ട്, ഓട്ടോറിക്ഷക്കാർ തൊട്ട് എന്തിനാണ് അധ്വാനിക്കുന്നു? കുട്ടികൾക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി, അടുത്ത തലമുറയ്ക്ക് വേണ്ടി. അവർ മദ്യപാനികളായും ലഹരി അടിമകളായും മാറണമെങ്കിൽ എലപ്പുള്ളിയിൽ ഒരു ബ്രാൻഡിന് വന്നോട്ടെ. ആരും സ്വന്തം മക്കൾ നശിക്കുന്നത് ആഗ്രഹിക്കുന്നവരല്ല. കാരണം 9 കൊല്ലം ഭരണം കൊണ്ട് ഇവിടുള്ള ഓരോ പള്ളിക്കൂടത്തിലും ഓരോ കോളേജിലും വളരെ സുലഭമായി കിട്ടുന്ന ഒരു സാക്ഷി MDMA-യും കഞ്ചാവും നഗ്നമായ ആത്മപരിശോധന ചെയ്യുന്ന സത്യമാണ്. പാലക്കാട് ജില്ലയിലെ ബഹുമാനപ്പെട്ട ലഹരി ഉൾപ്പെടുന്ന എക്സൈസ് മന്ത്രി എന്ന പള്ളിക്കാർ പാലക്കാട് ഇലക്ഷൻ സമയത്ത് മാത്രം ഒന്നാമതെയും പിടിച്ചു പിടിച്ചു. കാരണം കൊഴിഞ്ഞാമല ഗ്രാമപഞ്ചായത്തിൽ CPM-ന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് അവിടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ബന്ധുക്കളെ പെട്ടുകിടത്തിയൊക്കെ പിടിച്ചു. അപ്പൊ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള
ബഹുമാനപ്പെട്ട സുരേഷ് ബാബു ഏട്ടന്റെ കൂടെയുള്ളവരൊക്കെ മുല്ലപ്പൂ കച്ചവടമാണ് ചെയ്യുന്നത്. ഇത്രയും കാലം ഭരണമുണ്ടെങ്കിൽ എല്ലാവരും കയ്യിലൊരു കച്ചവടം, സ്പിരിറ്റും കള്ളും. പിന്നെ ഇവിടെ മഞ്ഞ മക്കളാണ് വീരവാദന്റെ കമ്മ്യൂണിറ്റി. അവർക്ക് കുലത്തൊഴിൽ ചെറ്റല്ല. ബഹുമാനപ്പെട്ട മഹാൻ നാരായണ ഗുരു പറഞ്ഞു, മരുത്വം ഡോക്ടർ ഈക്വലായിട്ടുള്ള രോഗങ്ങൾക്ക് മരുന്ന് ചെയ്യുന്നവരാണ്, നെയ്ത്തുകാരാണ്, ദൈവത്തോട് ഉള്ള ആളുകളാണ്. 1978 ശേഷം മാത്രമേ ചിറ്റൂരിൽ തേങ്ങ വന്നു. 1978 മുമ്പ് ഇവിടെ തെങ്ങ് ഉണ്ടായിരുന്നില്ല. തെങ്ങ് ഇല്ലാത്ത സ്ഥലത്ത് ഇവിടുള്ള ദൈവീയമായ ന്യൂന കമ്മിറ്റിയിൽ പട്ടവരെ സ്വയം പറയുന്നു, ഞങ്ങളുടെ കോഴിക്കോട് ചെത്താണ്. എന്തിനും ചരിത്രം വളച്ചൊടിക്കുക എന്ന് പറയും. ഇവിടെ ചരിത്രം വളച്ചൊടിക്കപ്പെട്ടതല്ല. ചരിത്രം, സത്യമായ ചരിത്രം മാച്ചു. മൂന്ന് ചരിത്രം എഴുതപ്പെട്ടിട്ടുണ്ട്. കൂടെ ഉള്ളവൻ ചത്താലും കൂടെ ഉള്ളവനെ കൊന്നെങ്കിലും പണവും പദവിയും കാണാമെന്നുള്ളതാണ് ഇവിടുത്തെ രാഷ്ട്രീയം. ഇവിടെ ഭരിക്കുന്നത്, കേരളം ഭരിക്കുന്നത് CPIM ഉൾപ്പെട്ട LDF എന്നാണ് നമ്മൾ കരുതുന്നത്. ഒരിക്കലുമില്ല. കേരളം ഭരിക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രദാമോദർ മോദിയുടെ BJP ആണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം BJP കേരളം ഭരിക്കുകയാണെങ്കിൽ പോലും ഈ പദ്ധതികളൊന്നും നടപ്പിലാക്കാൻ സാധ്യമല്ല. കാരണം CPM പ്രതിപക്ഷമായിരിക്കുമ്പോൾ ഈ പദ്ധതികളൊന്നും നടപ്പിലാക്കാൻ സാധ്യമല്ല. ഇപ്പൊ എന്താണ് നടപ്പിലാകാത്തത്? വിഴിഞ്ഞം ജയിൽ ഏതെങ്കിലും പദ്ധതി തടസ്സപ്പെട്ടിട്ടുണ്ടോ? ഒരു ഗുണ്ടായുസനെ കാണാൻ പറ്റില്ല. CPMന്റെ ഒരു ഗുണ്ടായുസനെ കാണാൻ പറ്റില്ല. ഈ BJPയുടെ ഗുണ്ടായുസം, കോൺഗ്രസിന്റെ ഗുണ്ടായുസം, ജനതാദളിന്റെ ഗുണ്ടായുസം. ജനതാദൾ എന്ന് പറയുമ്പോ കൗതുകമായ ഒരു വിഷയമുണ്ട്. ഒരു വ്യക്തിപരമായ ഒരു വ്യക്തി ഏത് പാർട്ടിയിൽ വേണമെങ്കിലും മാറാം. അത് അദ്ദേഹത്തെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഒരു പാർട്ടി വേറെ നിലയിലും മാറാം. അത് ആ പാർട്ടിക്കുള്ള സ്വാതന്ത്ര്യമാണ്. ജാതിയില്ല, മതമില്ല എന്ന് പറയും. ഭാഷാ വംശീയത ഉണ്ടാക്കുന്ന തമിഴ് മലയാളി എന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ പ്രശ്നങ്ങൾ വരുമ്പോ പ്രശ്നം ഉണ്ടാക്കുന്ന നേതാക്കളാണ് ഇവിടെ. പക്ഷെ ഇവിടെയുള്ള ജനതാദളിലുള്ള പാർട്ടിയിലുള്ള നമ്മുടെ ചിറ്റൂർ MLA ബഹുമാനപ്പെട്ട കൃഷ്ണൻകുട്ടി ഒരേ സമയത്ത് 3 മുന്നണിയിലുണ്ട്. BJPയിലുണ്ട്. കാരണം അവർ അകവഹിക്കുന്ന ജനതാദള കേന്ദ്ര സർക്കാരിന്റെ മന്ത്രിയാണ്, സംസ്ഥാന സർക്കാരിന്റെ മന്ത്രിയാണ്. ഒരേ സമയത്ത് LDFിനുണ്ട്, UDFിനുണ്ട്, BJPയിലുണ്ട്. കൗതുകമായ മാനങ്ങളുടെ പ്രവർത്തനം ഒരേ സമയത്ത്. പക്ഷേ ഇവിടെയുള്ള സാധാരണ ജനങ്ങളെ, ഏട്ടനെയും അനിയനെയും പക്കത്ത് വീട്ടുകാരനെയും തമ്മിൽ തല്ലിപ്പിക്കുന്ന ബ്രിട്ടീഷുകാരന്റെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള കേവലമായ ഒരു ഫോർമുലയാണ് ഇവിടെ നടപ്പിലായി കൊണ്ടിരിക്കുന്നത്. ഏട്ടനെയും അനിയനെയും താത്വികമായിട്ട് തമ്മിൽ തല്ലിപ്പിക്കും, പക്കത്ത് വീട്ടുകാരനെ തമ്മിൽ തല്ലിപ്പിക്കും. ഇവിടെയുള്ളവരെ തമ്മിൽ തല്ലിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു രാഷ്ട്രീയം. അതാണ് എലപ്പുള്ളിയിൽ ഇപ്പോഴും നടക്കുന്നത്. കാരണം ഇപ്പോഴുള്ള കോൺഗ്രസിന്റെ 9 മെമ്പർ, CPMന്റെ 8 മെമ്പർ, BJPയിലെ 5 മെമ്പർ. ഇന്ന് രാത്രി കഴിഞ്ഞ് നാളെ പുറയുമ്പോ ഈ 9 കോൺഗ്രസ് മെമ്പറും കോൺഗ്രസിൽ തന്നെ ഉണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഇന്നും 6 മാസമേ ഉള്ളൂ. 6 മാസമേ ഉള്ളൂ ഈ പഞ്ചായത്ത് ഭരണം. ഇന്നാലും 9 മെമ്പർമാരുള്ള നിങ്ങളുടെ പഞ്ചായത്തിന്റെ വാർഡ് മെമ്പർമാരിൽ 9 പേരും ഈ ഭരണം അവസാനിക്കുന്ന ഇനി 6 മാസം കോൺഗ്രസിൽ തന്നെ, അതായത് 2025 ഈ മാർച്ച് ഏപ്രിലിൽ തന്നെ ഈ ബ്രൂവറി കമ്പനിക്ക് വേണ്ടി, ബ്രൂവറി കമ്പനിക്ക് എതിരെ ഒരു നിയമം പാസാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത് അവിടെ ഓർമ്മപ്പെടുത്താൻ ഇപ്പൊ തന്നെ അത് ചെയ്തു വെക്കണം. അതിനെ ഇപ്പൊ ഭരിക്കുന്ന കോൺഗ്രസുകാർ നിങ്ങളുടെ കൂടെ 9 മെമ്പർമാരും നിങ്ങളുടെ കൂടെ തന്നെയാണോ എന്ന് ഓരോ ദിവസവും ഉറപ്പിക്കേണ്ട ഒരു ഗതികേട്ടിലാണ്. കാരണം ജലം ജീവനാണ്, ജലം പണമാണ്. അല്ല, ജലം കോടികൾ 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 പണമാണ്. ഇപ്പോ ഈ പൊതുയോഗം തുടങ്ങുന്നതിന് മുമ്പ് പക്കത്തിലുള്ള ആ ബേക്കറിയിൽ
എന്റെ മൊബൈൽ കുറച്ച് ചാർജ് ഇട്ടോട്ടെ ചോദിച്ചു. മൊബൈൽ കുറച്ച് ചാർജ് ഇട്ടോട്ടെ ചോദിച്ചു. ഇല്ല, ഒരു ദിവസം എനിക്ക് വാടക കൊടുക്കണം. കറണ്ട് ബില്ല് കെട്ടണമെങ്കിൽ ലോൺ എടുക്കേണ്ട ഗതികേടാണ്. കറണ്ട് ബില്ല് കെട്ടണമെങ്കിൽ ലോൺ എടുക്കേണ്ട ഗതികേടാണ്. വെള്ളക്കരം അടയ്ക്കണമെങ്കിൽ ലോൺ എടുക്കേണ്ട ഗതികേടാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ചിന്തിക്കും, നമുക്ക് നമ്മുടെ കടയുണ്ട്, ആൾക്കാരുണ്ട്, അവിടെ മണ്ണുകാരെ ഇവിടുന്ന് 5,000 കിലോമീറ്റർ പോകണം, അവിടെ ബ്രാൻഡിൽ വന്നാൽ നമുക്ക് എല്ലാം വന്നേ അല്ല. പ്രകൃതിയിൽ ഈ ഇപ്പൊ തന്നെ ഏറ്റവും കൂടുതൽ ഭൂഗർഭജലം വീഴ്ചയെടുത്ത് നശിപ്പിക്കപ്പെട്ട സ്ഥലമാണിത്. ഏറ്റവും കൂടുതൽ നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരു തവണയല്ല, 2 തവണയല്ല, 5 തവണ 100-ൽ കൂടുതൽ ഡെഡ് ബോഡീസ് കണ്ട ഒരു പത്രപ്രവർത്തകനാണ്. കുംഭകോണം ഫയർ ആക്സിഡന്റ്, 2004 സുനാമി, ഉത്തരാഖണ്ഡ് പ്രളയം, ഇപ്പൊ വയനാട്, 100-ൽ കൂടുതൽ ഡെഡ് ബോഡീസ് കണ്ട വ്യക്തിയാണ്. അതുകൊണ്ട് മാത്രം 125 വർഷങ്ങൾക്ക് മുമ്പ് തെക്കേ ഇന്ത്യയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം, ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം ചിറ്റൂർ നല്ലേപ്പുള്ളിയാണ്, എലപ്പുള്ളിയാണ്. റിക്ടർ സ്കെയിൽ എന്ന് പറയുന്ന ഭൂകമ്പ മാതൃകയിൽ 6 രേഖപ്പെടുത്തിയ വൻ ഭൂകമ്പമായിരുന്നു. 1900 ഫെബ്രുവരി 8 പുലർച്ചെ അതിരാവിലെ 3:17 ആ ഭൂകമ്പം സംഭവിച്ചത്. 9,000 പേർ മരിച്ചുപോയി ആ ഭൂകമ്പത്തിൽ. 9,000 പേർ. അപ്പൊ മരിച്ചത് ചിറ്റൂരിലും കൊഴിഞ്ഞാമ്പാറയിലും എലപ്പുള്ളിയിലും മാത്രമല്ല, കോയമ്പത്തൂരും കൊച്ചിയും കോഴിക്കോടും തൃശ്ശൂരുമാണ്, കുന്നൂരുമാണ്. കാരണം പ്രകൃതി ദുരന്തങ്ങൾക്ക് സംസ്ഥാന ഭാഷ ഗ്രാമപഞ്ചായത്ത് MLA നിയോജനപ്പെട്ടത് അതിർത്തികൾ തടസ്സമല്ല എന്നുള്ളത് സാമാന്യ അറിവാണ്. അതെവിടെ കിടക്കുന്നു, ഇതെവിടെ കിടക്കുന്നു? എവിടെയും കിടക്കുന്നില്ല, ഇവിടെ തന്നെ കിടക്കുന്നു. ഇപ്പോഴും പറയാൻ കാരണം പറമ്പിക്കുളം ആളിയാർ കരാർ പുതുക്കാതെ പറമ്പിക്കുളം വെള്ളം. ഇപ്പൊ ഇതിന് മുമ്പ് സംസാരിച്ച 2 പേര് സംസാരിച്ചു. കോറയാർ പുഴ. എന്താണ് കോറയാർ പുഴ? കോറയാർ പുഴയെ മലിനപ്പെട്ടു, അതിനുവേണ്ടി ഞാൻ കേസിൽ പോയിരിക്കുന്ന എന്ന് പറഞ്ഞ് കൽപ്പാത്തിയിലുള്ള കുറച്ചു പേരും പാലക്കാട് ടൗൺ മാത്രമുള്ള കുറച്ചു പേരും പറയാറുണ്ട്. കാരണം അവർക്ക് ഭാരതപ്പുഴ പറഞ്ഞ നിള എന്ന് പറയും. നിള പറഞ്ഞ ഒറ്റപ്പാലത്തിനടുത്തുള്ളത്, അത് മാത്രമാണ് അവർക്ക് ഭാരതപ്പുഴ. കവിത എഴുതാനുള്ളതാണ്. കവിത എഴുതാനുള്ളത് മാത്രമല്ല പുഴ. പണ്ടൊക്കെ പുഴ പറഞ്ഞ കൃഷിക്കുള്ള വെള്ളമാണ്. ഇപ്പോ നമ്മുടെ മൂലത്തോട് റെഗുലേറ്റർ പൊന്നാമല പഞ്ചായത്തിലെ മൂലത്തോട് തൊട്ട് അറബിക്കുളം വരെ 168 ഗ്രാമപഞ്ചായത്തിന്റെയും 10 മുനിസിപ്പാലിറ്റിയുടെയും ഗുരുവായൂർ ക്ഷേത്രത്തിലെ പൈപ്പ് പിരിക്കുക വരുന്നത് പറമ്പിക്കുളം ആളിയാർ വെള്ളമാണ്. ഏകദേശം 60 ലക്ഷം ജനങ്ങളുടെ കുടിവെള്ളമാണ് ഭാരതപ്പുഴ. അല്ലാതെ കവിത എഴുതാനുള്ളത് മാത്രമല്ല. ഇത് പറയാൻ കാരണം കോറയാറും എന്ന് പറയുന്നത്, കോറയാർ എവിടെയാണ് ഉപയോഗിക്കുന്നത്? പൊള്ളാച്ചിയിൽ നിന്നും കോയമ്പത്തൂർ പോകുമ്പോ കിഴത്തിക്കടവ് എന്നൊരു സ്ഥലമുണ്ട്. അവിടെ 1500 ഏക്കറിൽ ഒരു കുളമുണ്ട്, വലിയ ഏരി. ആ ഏരിയുടെ പേര് കോതവാടി കുളം. 1500 ഏക്കർ കുളം നിറഞ്ഞ് കവിഞ്ഞ് രൂപപ്പെടുന്നതാണ് കോറയാർ. കോറയാർ അവിടെ നിന്നും സൂറക്കൽ, പ്രസിദ്ധമായ മാരിയമ്മൻ ക്ഷേത്രം എന്ന സ്ഥലം, കൊഴിഞ്ഞാമ്പാറ, മേനാമ്പാറ വഴി കഞ്ചിക്കോടെത്തും. ആ കുളം 1500 ഏക്കർ ഉണ്ടായിരുന്ന കുളം ഇപ്പൊ 800 ഏക്കറേ ഉള്ളൂ. അവിടെ മഴയുമില്ല, വെള്ളവുമില്ല. പിന്നെ ഇപ്പൊ കോറയാറിൽ വെള്ളം വരുന്നു. സഹോദരൻ ചോദിച്ചു പറയുന്നത് പോലെ ലാസ്റ്റ് അപ്ഡേറ്റ് 350 ഏക്കറേ ഉള്ളൂ. അത് വെള്ളം നിറഞ്ഞിട്ട് കാലങ്ങളായി. പിന്നെ ഇപ്പോഴും കോറയാറിൽ വെള്ളം വരുന്നു. നമ്മുടെ കുറെ വിദ്യാഭ്യാസ സമ്പന്നമായ പാലക്കാടുള്ളതിന് അവിടെ പോയിട്ട് വെള്ളത്തെ ടെസ്റ്റ് ചെയ്തത്. കോറയാറിന്റെ സോഴ്സ് കോറവാടി കുളത്തിലെ വെള്ളമില്ല. പിന്നെ വെള്ളം വരുന്നു. അത് നിങ്ങൾ ടെസ്റ്റ് ചെയ്യില്ല. അത് ബാത്റൂം വെള്ളമാണ്. അത് വേനന്താവളത്തിന് മുമ്പ് അതിർത്തിയിൽ ഒരു പാലമുണ്ട്, കുമിട്ടിമതി റിവർ. കേരള തമിഴ്നാട് അതിർത്തിയിൽ ഒരു പാലം. ആ പാലം വഴി ഒഴുകുന്നതാണ് കുമിട്ടിമതി റിവർ. അത് ഒഴുകി വരുമ്പോ വാളയാർ ഡാം ഷട്ടർ വിട്ടാൽ ചേരും. ഇത് രണ്ടും ചേരുമ്പോഴാണ് കോറയാറും ചേരും. നമ്മുടെ ഹൈവേയില് അട്ടപ്പള്ളത്തിന് മുമ്പുള്ള, ഇനി കൃത്യമായി പറയുകയാണെങ്കിൽ യുണൈറ്റഡ് ബെവറേജസിന് മുമ്പുള്ള നരകംകുണ്ടി പാലം, ഹൈവേയിലുള്ള പാലം, അതാണ് കോറയാർ. കോറയാറാണ് ഭാരതപ്പുഴയുടെ മേജർ കൈവരിപ്പുഴയിൽ ഒന്നാണ്. ആ കോറയാറിൽ മരം ഷട്ടർ തുറന്നാൽ കഴിഞ്ഞ് വെള്ളം ചേരും.
അത് കൽപ്പാത്തി പോകുമ്പോ കൽപ്പാത്തി പുഴ, പഴനി, മായന്, നീള, ഇതിനെല്ലാം പുഴ കൽപ്പീസിനുണ്ട്. കുറെ വെള്ളമെടുത്ത് ഏത് വിദ്യാഭ്യാസ സംബന്ധമായ എക്സ്പെർട്ട് ടെസ്റ്റ് ചെയ്യേണ്ട. അത് പുഴവെള്ളമല്ല, അത് മാലിന്യവെള്ളത്തിന്റെ വെള്ളം. അതിന്റെ സോഴ്സായ കോടവാടിയിൽ നിന്നും വെള്ളമില്ലാതപ്പോ കോളയാർ എങ്ങനെ വെള്ളം വരും? എപ്പോഴെങ്കിലും കോളയാർ ഷട്ടർ വന്ന അതിന്റെ സെക്കൻഡ് മറട്ടയാറ് മേനമ്പാറ പാലത്തിൽ നിന്ന് നോക്കിയാൽ രണ്ട് ചേരും. മറട്ടയാർ പറഞ്ഞാൽ ഒറ്റക്കാൽ മണ്ഡലം, ഈശനാരിയുള്ള കോയമ്പത്തൂർ സ്ഥലങ്ങളിലുള്ള വേസ്റ്റ് വാട്ടറാണ്. മഴ പെയ്താൽ മഴവെള്ളം വരും. അപ്പൊ പുഴവെള്ളം എന്ന് പറഞ്ഞാൽ മഴവെള്ളം മുങ്ങാനുള്ളതല്ല പുഴ, സ്വാഭാവിക പുഴകൾക്ക് വേണം. ഇത് പറയാൻ കാരണം നാം ബുദ്ധിമാനാണ്. നാം ഒഴികെ ബാക്കിയുള്ളവരെല്ലാം വിഡ്ഢികളെന്ന് ചിന്തിക്കുന്ന ഒരു ചെറ്റലായ കേരളം ഭരിക്കുന്ന അവർ പറയുന്നതാണ് ഭൂമികൾ എടുക്കില്ല, നാളെ മലമഴകൾ എടുക്കുന്നു, കോളയാറുകൾ എടുക്കുന്നു, മലമഴകൾ ഇങ്ങനെ എടുക്കും. ഇപ്പോഴും ഇത്രയും വിദ്യാഭ്യാസമുള്ള ജനങ്ങളോട് കേരള സംസ്ഥാന സർക്കാർ വെള്ളത്തിന്റെ അളവ് കഴിയുന്ന തരത്തിൽ മനസ്സിലാകാത്തത് തന്നെ പറയുന്നു. വെള്ളം എത്ര 29,000 ക്യൂസെക്സ് 160 അടി 130 അടി. സാധാരണക്കാരന് മനസ്സിലാകണ്ടേ? TMC എന്നുള്ള കണക്കിൽ പറയണം. മലമ്പുഴ ഡാമിന്റെ കപ്പാസിറ്റി 8 TMC, പറമ്പുകുളം ഡാമിന്റെ കപ്പാസിറ്റി 17 TMC, തൂണക്കടവും പെരുവാളിപ്പുഴ എല്ലാം ചേർന്ന് സഹോദരൻ പറഞ്ഞ പോലെ 20 TMC. അപ്പൊ 8 TMC ഏതെങ്കിലും ഒരു കണക്കിൽ പൊതുജനങ്ങളോടും നെൽകർഷകരോടും കുടിവെള്ളം ഉപയോഗിക്കുന്ന ഈ ജനതകളോട് വോട്ട് ചെയ്ത് നിങ്ങളെയൊക്കെ നെഗീകരിച്ച് MLA, വാർഡ് മെമ്പർ, മന്ത്രി എന്ന് നടക്കാൻ അനുവാദം കൊടുത്ത ഈ ജനതയോട് പറയാൻ തയ്യാറാകണം. മാനമിക ഉറപ്പില്ല. 8 TMC, ആ 8 TMC-യിൽ കുടിവെള്ള ഉപഭോക്താക്കൾക്ക് എത്ര TMC പറയുന്നു? ഞങ്ങളെ ക്യൂസെക്സിലും ക്യൂസെക്സിലും ഒന്നും പറയുന്നു. ഞങ്ങൾക്കൊന്നും മനസ്സിലാക്കില്ല. ഞങ്ങൾക്ക് നിങ്ങളെക്കാൾ വിവരമില്ലാത്തത്. 8 TMC-യിൽ എത്ര TMC കുടിവെള്ളത്തിന്? എന്നാ സ്റ്റാൻഡ് 8 TMC-യിൽ എത്ര TMC പാലക്കാട്ടിലുള്ള ജനങ്ങൾക്ക്? എത്ര TMC നെൽകൃഷിക്ക്? എത്ര TMC നെല്ലല്ലാത്ത കൃഷിക്ക്? ബാക്കി എത്ര TMC ഉണ്ട്? അതിന് എത്ര TMC തുടങ്ങാമാവുന്ന ബ്രാൻഡ് കമ്പനിക്ക്? ആ കണക്കൊന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയും. അത് കമ്പനിയാണെങ്കിലും സംഘിയാണെങ്കിലും കൊങ്കിയാണെങ്കിലും സുഖാപ്പിയാണെങ്കിലും. കാരണം ഇവിടെ മലയാളിയില്ല. ഈ ഫോൺ എടുത്താലേ ഈ ഫോണില് രാത്രിയൊക്കെ നോക്കിയ രാവിലെ 5 മണി വരെ ആ ഫോൺ പോലും കാണിക്കും. പച്ച തെരിയാൻ ടൈപ്പ് ചെയ്യുന്നത് പോടാ വാടാ വാടാ പോടാ തെരിയാണ്. ഈ പെണ്ണുങ്ങളെന്തെങ്കിലും വലിയ കമനിട്ട പച്ച തെരിയാണ്. രാവിലെ 5 കുറിച്ച് പോയിട്ട് നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാം. എന്ത് അഭിമാനിക്കാൻ? ജാതി മതം എങ്ങനെ ഫാസിസമാണോ അതേപോലെ ഭാഷ വംശീയതയും ഫാസിസമാണ്, ഭാഷാ പ്രാന്തും ഫാസിസമാണ്. കഴിഞ്ഞ 8 വർഷങ്ങൾക്ക് മലയാളികളെ പറ്റിക്കാനുള്ള ഒരു വാക്കുകൾ സംസ്ഥാന സർക്കാർ ഉപയോഗിക്കുന്നത്. മലയാളികൾ തിരിച്ചു വരും, അതിജീവിക്കും, ബാക്കിയുള്ളവരൊക്കെ ചത്തുപോയിട്ടുണ്ട്. ഭൂമിയിലായി 560 കോടി വർഷമായി, പശ്ചിമഘട്ടപർവ്വതമുണ്ടായി 15 കോടി വർഷമായി. നമ്മുടെ പാലക്കാടൻ ജില്ലത്തിലെ മനുഷ്യനുണ്ടായി ഏകദേശം 30 ലക്ഷം വർഷത്തിൽ കൂടി. മനുഷ്യൻ കാലം കാലമായിട്ട് കുറെ പ്രകൃതി ദുരന്തങ്ങളെ നേരിട്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നു, അതിജീവിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. പക്ഷെ ഇപ്പൊ നടക്കുന്ന പോലെ അത് കണ്ടുപിടിച്ചിട്ടില്ല. ദുരന്ത നിവാരണം പറഞ്ഞാൽ 3 ഘട്ടമാണ്. ദുരന്തങ്ങൾക്ക് മുമ്പുള്ള സുരക്ഷാ മുൻകരുതൽ, ദുരന്ത സമയത്ത്, ദുരന്തത്തിന് ശേഷം. ദുരന്തത്തിന് ശേഷം എന്താണ്? പുനർജീവനം, ഫണ്ടിങ്. നമ്മൾ ഏത് ദുരന്തമുണ്ടായാലും 3-ാം ഘട്ടമാണ് ഫണ്ടിങ്. ഇത് പറയാൻ കാരണം ഈ നിങ്ങളെ മുന്നിൽ ഇത്ര നേരം സംസാരിച്ച എന്റെ പേര് കെ ശരവണകുമാർ. എന്റെ മാതൃഭാഷ തമിഴാണ്. പക്ഷെ തമിഴ്നാടിനോടോ പഴയ മദ്രാസ് സ്റ്റേറ്റിനോടോ ഏതൊരു ബന്ധവും ഇല്ലാതെ യഥാർത്ഥ കേരളീയനാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. തിരുക്കൊച്ചിക്കാരനാണ്. കാരണം ഈ ജനത്തിന്റെ പേരിൽ ഇപ്പോ മധ്യപ്രദേശിൽ നിന്ന് വന്നിരിക്കുന്ന ഏതോ ഒരു ബ്രാൻഡ് കമ്പനിക്ക് വേണ്ടി ഈ മലയാളികൾ അവന് വെള്ളം വിറ്റ് ഈ മലയാളികളെ തന്നെ നശിപ്പിക്കാനുള്ള ഒരു പദ്ധതി ഇരുന്നോ ഇത് തടയാൻ വരുന്നത് ഒരു തമിഴനാണ്. ഈ മണ്ണിന്റെ മക്കളിൽ ഒരുത്തരാണ്. പറയാൻ കാരണം ഇവരുടെ വിഷയം അങ്ങനെ.
അങ്ങനെയാണ്. ഓരോ തവണയും ജലത്തിന്റെ പ്രശ്നം വരുമ്പോ തമിഴ്നാടിനോട് വികാരമുണ്ടാക്കി പിന്തിരിപ്പിച്ച് പ്രശ്നത്തിന്റെ യഥാർത്ഥ ഗതി മാറ്റിവിടുന്ന കള്ളന്മാരാണ് ഇവിടെ മാറി ഭരിക്കുന്നത്. ഒരു ജലവർഷത്തിൽ 6 കോടി രൂപ കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിൽ അവകാശപ്പെട്ട വെള്ളം തമിഴ്നാടിന് വിൽക്കുന്ന ഉദ്യോഗസ്ഥൻ ഇവിടെ ഇന്ത്യയിലെ ബഹുമാനപ്പെട്ട പെരിഞ്ചേരൻ BJP മന്ത്രി, സംസ്ഥാനത്തിന്റെ BJP മന്ത്രിയാണ് കൃഷ്ണൻകുട്ടി പറഞ്ഞത്. പൊതുയോഗത്തിലോ കവലപ്രസംഗത്തിലോ അല്ല, ജില്ലാ ഭരണകൂടത്തിന്റെ വീഴ്ചയാണ്. ഒരു ജനവർഷത്തിൽ 6 കോടി രൂപ കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് എന്ന് വെച്ചാൽ കഴിഞ്ഞ 10 വർഷത്തിൽ ഏകദേശം 100 TMC 6000 കോടി രൂപ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ കൈക്കൂലിയായി കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നത് അവരുടെ മന്ത്രിസഭയിലുള്ള കൃഷ്ണൻകുട്ടി തന്നെയാണ്. ഇത്രയും കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് വെള്ളം വിതരാൻ പറമ്പിക്കുളമായ കൃഷി വരുമ്പോ തമിഴന്മാരിലെ തല്ലിയോടിച്ചിട്ട് പറയുന്നത് ഏത് നീതി ബോധത്തിലാണ്. കാരണം എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ജാതി, മതം, ഭാഷ എന്ന് പറയുമ്പോ പെട്ടെന്ന് പോക്കറ്റിലാക്കാൻ പറ്റും. അതാണ് കേരളത്തിന്റെ BJP, CPM, കോൺഗ്രസ്, ജനതാദൾ എന്ന് പറയുന്ന ഇപ്പൊ കേരളം ഭരിക്കുന്ന CPM-ന്റെ മന്ത്രിസഭയിലുള്ള BJP മന്ത്രി. കാരണം കർഷകന്റെ തോഴനാണ് പറയുന്ന കർഷകന്റെ തോഴൻ എന്ന് പറയുന്ന താനൊരു കർഷകനിൽ നിന്ന് നടക്കുന്ന നിലപ്പള്ളിയിൽ നടക്കുന്ന ബ്രാൻഡ് കമ്പനിക്ക് ഭൂപതിരം എടുക്കില്ല, പച്ചക്കള്ളം പറഞ്ഞു പോയ ആൾ ഒരിക്കലും ക്ഷമിക്കുന്നതല്ല ഒരു വിഷയം നിലവിൽ പാടില്ല. കാരണം വീട് വരുന്ന ദിവസങ്ങൾ എല്ലാവരുടെയും പോകണമെന്ന് മൈലമ്മ കൊക്കത്തോടെ സമരം നയിച്ച കാലഘട്ടം പോലെ അല്ല 2025. എല്ലാവരും തിരക്കിലാണ്. ഇങ്ങനെ ഒരു സമരമോ ഈ സമയത്തിൽ ജനപങ്കാളിത്തമാണോ കൂടി ഈ സമരം വിജയിച്ച് കമ്പനി പൂട്ടി എന്നുള്ളൊരു റിസൾട്ട് കേൾക്കാൻ സാധിക്കാതെ വന്നേക്കാം. കാരണം ഇത് 2025 എല്ലാവരും ഫോണാണ്. വേണമെങ്കിലും ഒരു വാർത്ത കണ്ട വാട്സപ്പിൽ ഫോർവേഡ് ചെയ്യും, ഹാഷ്ടാഗ് ചെയ്യും. ആരും പാലക്കാട് ചൂടിനെ അതിജീവിക്കാൻ പാലക്കാട്ടിലാർക്ക് തന്നെ സാധ്യപ്പെടാത്ത ദിവസങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങൾ. എന്റെ അടുത്തുള്ള അധികാരം കൊണ്ടോ ഇവിടെ ഭരിക്കുന്നവരുടെ അധികാരം കൊണ്ടോ പണത്തിരി കൊണ്ടോ ഈ കാലാവസ്ഥയെ നിയന്ത്രിക്കാൻ സാധ്യമല്ല എന്നുള്ളത് സാമാന്യ അറിവാണ്. ആ സാമാന്യ അറിവ് വിദ്യാഭ്യാസത്തിൽ നിന്നും എപ്പോഴാണ് രക്ഷപ്പെട്ടത്? എന്തു പറഞ്ഞാലും ജാതീയമായും മതപരമായും ചിന്തിക്കുന്ന ശീലം എപ്പോഴാണ് മാറ്റാൻ പോകുന്നത്? ശാസ്ത്രപരമായും വിദ്യാഭ്യാസപരമായും പ്രകൃതിപരമായും ചിന്തിക്കുന്ന ശേഷി 15 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന മലയാളി തിരിച്ചു വിളിക്കണം. തിരിച്ചു വിളിച്ചാൽ മാത്രമേ കേരളത്തിലുള്ള മറ്റുള്ള ജില്ലക്കാർ പാലക്കാട് വരുമ്പോ അധികാരമായിട്ട് പറയും പാലക്കാട് കടന്നു പറയും. അത്രയും ചൂടാണ്. സോളാർ സോമാണ് വരാൻ പോകുന്നത്. സോളാർ സോം, സൂര്യപ്രിയൻ. അതായത് ലോവർ മിഡിൽ ക്ലാസ് ഫാമിലികൾ പോലും ഈ എണ്ണയിൽ AC മെഷീനുകൾ വാങ്ങേണ്ട ഒരു ഗതികേറ്റിലാണ് ചിറ്റൂരിൽ നിന്ന് നമ്മുടെ സഹോദര കർഷകർ വരുന്നത്. കാലങ്ങളായിട്ട് ഈ വെള്ളത്തിന് വേണ്ടി പോരാടുന്നു പല വിഷയങ്ങൾ. അപ്പൊ ഇനി പ്രസംഗിക്കാൻ മതവ്യക്തികൾ ഉള്ളതുകൊണ്ട് ജാതി, മതം, ഭാഷ, രാഷ്ട്രീയം ഇതൊന്നും പ്രകൃതിക്ക് ബാധകമല്ല. പ്രകൃതിയിൽ ഇത് വേണം, ഇത് വേണ്ട, ഇങ്ങനെ തന്നെ ഉണ്ടാകണമെന്ന് നിയന്ത്രിക്കാനോ നിർബന്ധിക്കാനോ നമ്മുടെ വിദ്യാഭ്യാസത്തിനോ നമ്മുടെ അധികാരത്തിനോ പണത്തിനോ ഒരിക്കലും സാധ്യമല്ല. ഒരു തവണ കൂടി പറയാം, ഈ മണ്ണിന്റെ മക്കളായ ജീവനവരെയുള്ള കമ്മ്യൂണിറ്റിയുടെ കുലത്തൊഴിൽ ചെറ്റല്ല. അതുകൊണ്ട് അവരുടെ നേതാവാണ് എന്ന് പറഞ്ഞ് കാലകാലമായിട്ട് അവരെ വഞ്ചിച്ച് നടക്കുന്ന സ്വന്തം ജാതിയാണ് എന്ന് പറഞ്ഞുള്ള ഒറ്റ വിഷയം കൊണ്ട് മാത്രം മോഷ്ടിച്ച് പെരുങ്കള്ളനായിട്ട് തിരിയുന്ന നമ്മുടെ
കേരളത്തിന്റെ ഈ വൈറസുകളെ ഇല്ലാതാക്കിയാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾ തീരൂ. ഇനിയുള്ള ദിവസങ്ങളിൽ ഈ സമരങ്ങൾ പല ഘട്ടത്തിലാണെങ്കിലും പല വടിവത്തിലാണെങ്കിലും മുന്നോട്ട് പോകട്ടെ. പ്രായത്തിലും അനുഭവത്തിലും ചെറിയൊന്നാണ് പലരെക്കാളും ഇനിയും ഈ വിഷയം മണ്ണും പെണ്ണും ദൈവമാണ്. മണ്ണിനെയും പെണ്ണിനെയും കാത്തു സൂക്ഷിക്കാൻ ഇനിയുള്ള ദിവസങ്ങൾ യോദ്ധാക്കളായി സീനിയങ്ങളായി നമ്മളെല്ലാവരും ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയപൂർവ്വം നന്ദി നന്ദി നന്ദി.